ഹലോ ഫ്രണ്ട്സ്, LS ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ 2-3 വെജിറ്റബിൾസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ LS ഫാമിലി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തോളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആകെ 2-3 ഐറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. പോകാം വീഡിയോയിലോട്ട്. ബാ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ പച്ചക്കറികളൊക്കെ എടുക്കുക കേട്ടോ. ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന ആ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പടവലങ്ങേൻ്റെ പകുതിയാണ്, അതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു സവാള, ഇവയെല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിളാണോ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ വെന്ത് കിട്ടുമ്പോൾ അതിൻ്റെ ആ രുചി നമുക്ക് വേറെ തന്നെ മനസ്സിലാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ ചേർക്കുന്നെങ്കിൽ നോക്കിയിട്ട് ഇടുക കേട്ടോ, അല്ലെങ്കിൽ അധികമായി പോവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, അത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയും ചേർക്കുന്നില്ല. അപ്പം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാനുണ്ട്. അപ്പം അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഒരു അരമുറി തേങ്ങേൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ കുറവായതുകൊണ്ട് അത്രയും തേങ്ങേൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ചെറിയുള്ളിയും 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. നമുക്കിത് ഒരുപാട് പണീൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അല്ലേ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഉണ്ടാവും കറി. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് ലേശം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വറുത്തിട്ട് നമ്മുടെ കറി റെഡിയായി. നല്ലൊരു യെല്ലോ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കടുകും കൂടെ താളിച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കടുക് താളിച്ച് കൊടുക്കാം. ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ചെറിയുള്ളിയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കറിയിലോട്ട് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കറി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചോറിന് കൂട്ടാൻ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കൊണ്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.